എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കവിത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് പ്രതിയേക്കാൾ ഭയാനകം. പാരതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമത്തം. അടിമയാകുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണ്. പക്ഷേ ഈ അടിമത്തം എന്ന അവസ്ഥയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. അതങ്ങനെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒന്നല്ല. ഇന്ത്യയിൽ പണ്ടുണ്ടായിരുന്നത് വൈദേശിക അടിമത്തമാണെന്ന് നമുക്കറിയാം. അതാർക്കാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? വൈദേശിക അടിമത്തം എന്നത് ഉയർന്ന ജാതിക്കാർക്ക് മാത്രം ഫീൽ ചെയ്ത ഒരു അനുഭവമായിരുന്നു. കാരണം ഇന്ത്യയിലെല്ലാം ജാതി തിരിച്ചായിരുന്നു. അതും ഈ ഉയർന്ന ജാതികളിൽപ്പെട്ട പുരുഷന്മാർക്ക്, അതും അവർക്ക് എപ്പോഴും ഫീൽ ചെയ്തിരുന്നില്ല. വിദേശികൾ ഇവരുടെ ആചാരങ്ങളിൽ ഇടപെടുമ്പോൾ മാത്രം, അതായത് അവരുടെ സ്ത്രീവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ആചാരങ്ങൾ വിദേശികൾ എപ്പോഴൊക്കെ ചോദ്യം ചെയ്യുന്നു, അപ്പോഴൊക്കെ അവർക്കത് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ അവരെ ആര് ഭരിച്ചാലും അവർക്ക് ഒരു കുഴപ്പവുമില്ല. ബ്രിട്ടീഷുകാർ ആദ്യകാലങ്ങളിൽ ഇന്ത്യ ഭരിച്ചത് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന രീതിയിലായിരുന്നു. അങ്ങനെ എത്രയോ കാലം അവർ ഭരിച്ചു. ക്രിസ്ത്യൻ മിഷണറിമാരെ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഈ ഉയർന്ന ജാതി ഹിന്ദുക്കൾക്ക് ഒരു അടിമ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലക്രമേണ ബ്രിട്ടീഷുകാർ ചില അനാചാരങ്ങളിൽ കയറി ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ മാത്രമാണ് അയ്യോ സംസ്കാരത്തെ നശിപ്പിക്കുന്നേ, ബ്രിട്ടീഷുകാർ വിദേശികളാണേ, ഞങ്ങളെ അടിമകളാക്കുന്നേ എന്നെല്ലാമുള്ള മുറവിളികൾ ഇന്ത്യ കേട്ടത്. ബ്രിട്ടീഷുകാർ പണ്ടത്തെ പോലെ കപ്പവും വാങ്ങി മിണ്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓരോ രാജാവും നാടുവാഴിയും ബ്രാഹ്മണ പുരോഹിതനും എന്നും ചിന്തിച്ചു കൊണ്ടിരുന്നു. അതിനായി പല രാജാക്കന്മാരും ബ്രാഹ്മണരും ബ്രിട്ടീഷ് രാജ്ഞിക്ക് കത്തെഴുതി നോക്കി, അഭ്യർത്ഥനകൾ നടത്തി നോക്കി. ഒന്നും ഫലവത്താകാതെ വന്നപ്പോഴാണ് ഇവരെ ഇനി വളരാൻ വിട്ടുകൂടാ എന്നൊരു തോട്ട് അവരിലുണ്ടായത്. ബ്രിട്ടീഷുകാരെ ഓടിക്കാനായി പലതരം മാർഗങ്ങൾ അവർ ആസൂത്രണം ചെയ്തു. പലതും ഫിസിക്കൽ ആയിരുന്നു. ആ ഫിസിക്കൽ മാർഗങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാനായി അവർ പലതരം കൾച്ചറൽ ഇമേജുകൾ ഉണ്ടാക്കി. അതിലൊന്നാണ് ദേശത്തെ മാതാവായി കാണുന്ന സങ്കല്പം, അതായത് ഭാരതമാതാവ് എന്ന സങ്കല്പം. ഭാരതത്തിലെ കോടിക്കണക്കിന് വരുന്ന സ്ത്രീകളെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു ഇമേജ് ആയിരുന്നു അത്? ഒരിക്കലുമല്ല. ആ ഇമേജ് ഒരു പ്രത്യേക പ്രദേശത്തെ മണ്ണിനെയും ദേശത്തെയുമാണ് പ്രതിനിധീകരിച്ചത്, അവിടുത്തെ ഉയർന്ന ജാതി ആൺമക്കളെയും. മാതാവ് ഒരു വീട്ടിലെ ആൺമക്കളെ സംരക്ഷിക്കുന്നത് പോലെ ഭാരതമാതാവ് ഭാരതത്തിലെ എല്ലാ ഉയർന്ന ജാതി ആണുങ്ങളെയും സംരക്ഷിക്കും. അപ്പോൾ പെൺമക്കളുടെ കാര്യമോ? പെൺമക്കൾ ഓരോ കുടുംബത്തിൻ്റെയും പ്രോപ്പർട്ടി ആയിരുന്നു. പശുക്കളെപ്പോലെ, വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം പോലെ. പശുക്കളും പാടങ്ങളും ആണുങ്ങളുടെ കീഴിലാണല്ലോ, അപ്പോൾ പെണ്ണുങ്ങളും അവരുടെ കീഴിൽ തന്നെ. ഈ പെൺമക്കളല്ലേ പിന്നീട് അമ്മയും മാതാവുമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരമുറപ്പിച്ച 1700കളുടെ അവസാനത്തിൽ ഇന്ത്യയിൽ 5 കോടി സ്ത്രീകളെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. 1881 കൃത്യമായി ഒരു സെൻസസ് എടുത്തു. ആ സെൻസസിൽ 6,52,00,000 സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഭാരതമാതാവിൻ്റെ ആ കോടിക്കണക്കിന് വരുന്ന പെൺമക്കളുടെ സ്ഥിതി? 1800കളിലെ കഥ നമുക്ക് പറയാം. കൗമാരത്തിൽ അച്ഛനും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പുത്രനും രക്ഷിക്കും എന്നുള്ളതിനാൽ ഭാരതമാതാവിൻ്റെ പെൺമക്കൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യമേ ഇല്ല. ഇതായിരുന്നു ആണത്തമുള്ള ബ്രാഹ്മണ ഹിന്ദുക്കൾ സ്മൃതികളിൽ എഴുതി വച്ചിരുന്നത്. പക്ഷേ സ്മൃതികാരന്മാരെക്കാൾ സ്ത്രീവിരുദ്ധമായാണ് പല ഹൈന്ദവ ഗോത്രങ്ങളും പ്രവർത്തിച്ചിരുന്നത്. എന്ന് വെച്ചാൽ എഴുതി വച്ച കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ വന്നപ്പോൾ ലേശം സ്ട്രോങ് കൂടി. ഉദാഹരണമായി, കൗമാരത്തിൽ പിതാവ് രക്ഷിക്കണമെങ്കിൽ കൗമാരം വരെ ആ പെൺകുട്ടി പിതാവിൻ്റെ ഒപ്പം ഉണ്ടാകണ്ടേ? അതിന് മിക്ക ഹൈന്ദവ ഗോത്രങ്ങളും സമ്മതിക്കില്ല. കുഞ്ഞുനാളിൽ തന്നെ പിടിച്ചു കെട്ടിക്കും. അതുപോലെ തന്നെയായിരുന്നു വാർദ്ധക്യത്തിൽ പുത്രൻ രക്ഷിക്കുന്ന കാര്യവും. വാർദ്ധക്യത്തിൽ പുത്രൻ രക്ഷിക്കണമെങ്കിൽ വാർദ്ധക്യമാകുന്നതുവരെ സ്ത്രീ ജീവിച്ചിരിക്കണ്ടേ? അതിന് ഭർത്താവ് മരിക്കാതിരിക്കണം. ചില ഉയർന്ന ജാതി ഗോത്രങ്ങളിൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഒപ്പം ചാടിച്ചാകണം. സ്വയം ചാടിയില്ലെങ്കിൽ എല്ലാവരും കൂടി പിടിച്ചു കൊണ്ടുപോയി തീയിലേക്കിടും. തീയിൽ ഇട്ട് തല്ലിക്കൊന്നിരുന്നതാണോ, ബാല്യത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചിരുന്നതാണോ? ഏതായിരിക്കാം ഏറ്റവും വലിയ ക്രൂരത? കാണുമ്പോൾ ക്രൂരത തീയിൽ ഇടുന്നതാണ്. 1829 തന്നെ ബ്രിട്ടീഷുകാർ സതി എന്ന ഈ ക്രൂര ആചാരം നിർത്തൽ ചെയ്തു. ഭാരതമാതാവ് അങ്ങനെ ആദ്യമായി തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ത്യയിലെ ഉയർന്ന ജാതി ഹിന്ദുക്കളുടെ എല്ലാ ഗോത്രങ്ങളും ഒരേ ആചാരങ്ങൾ തന്നെയാണ് അനുഷ്ഠിച്ചിരുന്നത് എന്നതിനർത്ഥമില്ല.
സതി അനുഷ്ഠിക്കാത്ത ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. അവരിലെ ആണുങ്ങൾ മനുസ്മൃതിയിലെ പതിവ്രത എന്ന സങ്കല്പത്തിലാണ് അഭിരമിച്ചത്. അതായത് ഭർത്താവ് മരിച്ചാൽ വിധവ മരിച്ച പോലെ ജീവിക്കുക, ഭർത്താവിനെ ഓർത്ത് കണ്ണീർ പൊഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, തലയൊന്ന് മൊട്ടയടിച്ച് വെള്ളസാരിയും ചുറ്റിയിരുന്നാൽ സൂപ്പറായി. സതി നിരോധിക്കപ്പെട്ടതോടെ സതി അനുഷ്ഠിച്ചിരുന്ന ജാതികൾ ഇതിലാണ് കയറി പിടിച്ചു നോക്കിയത്. അവർ വിധവകൾ വിവാഹം കഴിക്കുന്നത് വിലക്കി. നിയമം മൂലമൊന്നുമല്ല വിലക്കുന്നത്, മറിച്ച് ദൈവങ്ങൾ കോപിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാണ്. അപ്പോൾ ഭാരതമാതാവിൻ്റെ മക്കളെ രക്ഷിക്കാൻ ബ്രിട്ടീഷുകാർ വേറൊരു വഴി കണ്ടു. അതാണ് 1856 വിധവാ വിവാഹം അനുവദിക്കൽ ആക്ട്, ഹിന്ദു വിഡോ റീ മാരേജ് ആക്ട് 1856. അതിനവർ കൂട്ടുപിടിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന ഒരു സമുദായ പരിഷ്കർത്താവിനെയാണ്. സതിയുടെ കാര്യത്തിൽ ഇതുപോലെ ഒരാളുണ്ടായിരുന്നു, രാജാ റാം മോഹൻ റായ്. അതുപോലത്തെ മറ്റൊരാൾ, അതും ഉയർന്ന ജാതി ഹിന്ദുക്കളിൽ നിന്ന് തന്നെ. കാരണം ഒരു ജാതി ഹിന്ദുവിനെ തന്നെ മുന്നിൽ നിർത്തിയാൽ പ്രതിഷേധം കുറയ്ക്കാൻ കഴിയുമെന്ന് അവർ വെറുതെ കരുതി. എവിടെന്ന്? തൊട്ടടുത്ത വർഷം കലാപമായിരുന്നു, 1857 ശിപ്പായി കലാപം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം. നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വരാം. കാരണം അതിനു മുമ്പ് നമുക്ക് ബാലവിവാഹത്തെ പറ്റി കൂടി പറയണം. ബാലവിവാഹം അത്ര മോശമൊന്നുമായിരുന്നില്ല. പെൺകുട്ടികളുടെ വിവാഹത്തിന് ഒരു പ്രായമേ ഉണ്ടായിരുന്നില്ല. ഏത് പ്രായത്തിലും കെട്ടാം. 6 വയസ്സിലും 7 വയസ്സിലൊക്കെ കെട്ടും. ഇതിന് ഗർഭധാൻ എന്നാണ് പറയുക. എന്താ ഈ ആചാരം? ഗർഭധാരണം ആണോ അതോ ഗർഭം ധാനം ചെയ്യലോ? 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾ സ്വന്തം തീരുമാനപ്രകാരം 30ഉം 50ഉം വയസ്സുള്ള ആണുങ്ങൾക്ക് ഗർഭപാത്രം ദാനം ചെയ്യുന്നു എങ്കിൽ അതൊരു സൂപ്പർ കോൺസെപ്റ്റ് തന്നെയാണ്, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഉയർന്ന ജാതി ഹിന്ദുവിൻ്റെ 16 ഷോഡശ സംസ്കാരങ്ങളിൽ ഒന്നായിരുന്നു ഈ ഗർഭദാൻ. ഈ ഷോഡശ കൊണ്ടുണ്ടായിരുന്ന ദുരന്തം എന്താണെന്ന് വെച്ചാൽ പല പെൺകുട്ടികളും കൊച്ചു പ്രായത്തിൽ തന്നെ അരക്കെട്ട് തകർന്ന് മരിക്കാൻ തുടങ്ങി. പക്ഷേ ഈ ഒറ്റ കുടുംബത്തിനും അതൊരു നിഷ്ഠൂരതയായി തോന്നിയില്ല. ആചാരമാണ്, എന്തു വന്നാലും പാലിക്കപ്പെടണം. കുട്ടി മരിച്ചാലെന്താ, കുടുംബത്തിന് അഭിവൃദ്ധിയേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് ഇത് കണ്ടപ്പോൾ പണ്ട് തന്നെ എന്തൊക്കെയോ തോന്നി. എന്ത് ഭ്രാന്താണ് ഇവർ കാണിക്കുന്നത്? ഇവർക്ക് മൊത്തം ഭ്രാന്തായതാണോ അതോ തങ്ങളുടെ കിളി പറന്നു പോയതാണോ? ഇങ്ങനെയും ആചാരങ്ങളുണ്ടോ? പക്ഷെ അവർ ഇടപെടാനൊന്നും ആദ്യഘട്ടത്തിൽ പോയില്ല. അല്ലെങ്കിലേ രാജാക്കന്മാരൊക്കെ കലിതുള്ളി നിൽക്കുകയാണ്, അവരെ നമ്മൾ എന്തിനാണ് വെറുതെ പോയി പ്രകോപിപ്പിക്കുന്നത്? പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറിയത് കൊണ്ടൊന്നും രാജാക്കന്മാർ പ്രകോപിക്കപ്പെടാതിരുന്നില്ല. കാരണം സതി നിരോധിച്ചത് തന്നെ കുഴപ്പമായിരുന്നു. സതി വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് തയ്യാറാകുമെന്ന അവസ്ഥ വരെ ഉണ്ടായി. അത്രയ്ക്കും ഇടപെടലുകൾ ഇവിടുത്തെ ഹൈന്ദവ ബ്രാഹ്മണ പുരോഹിത സമൂഹം അവിടെ നടത്തി. അപ്പോൾ രാജാ റാം മോഹൻ റായ് കപ്പലിൽ പോയി ഇംഗ്ലണ്ടിലൊക്കെ പോയി പാർലമെൻറ്റ് അംഗങ്ങളെ നേരിട്ട് കണ്ട് ബോധിപ്പിച്ചാണ് സതി നിരോധനം ഒരു യാഥാർത്ഥ്യമാക്കിയത് എന്ന് നമുക്കറിയാം. അവിടെ തോറ്റപ്പോൾ ഹിന്ദുത്വ തിയേറ്റേഴ്സ് മറ്റൊരു അടവെടുത്തു. സതി നിരോധനത്തിന് മറുഘടകം എന്ന രീതിയിൽ അവർ പുതിയ ഒരു ആചാരം അവതരിപ്പിച്ചു. ഭർത്താവ് മരിച്ച സ്ത്രീ തീയിൽ ചാടണ്ട, അവർ വീണ്ടും വിവാഹം കഴിക്കാതിരുന്നാൽ മതി. സതി നിരോധനത്തിൻ്റെ ഗുണം കിട്ടേണ്ട സ്ത്രീകളെ നിത്യവിധവകളാക്കി അവർ മാറ്റി. ഓൾറെഡി വെള്ളസാരിയും മൊട്ടത്തലയുമായി സ്ത്രീകളെ മൂലയ്ക്കുരുത്തിയ ഗോത്രങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നു. ഇതും കൂടി ചേർന്നപ്പോൾ വിധവകളുടെ ജനസംഖ്യ കൂടി. പക്ഷേ ഈ പുതിയ നാടകം അധികകാലം പ്രദർശിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ അനുവദിച്ചില്ല. അപ്പോഴാണ് അവർ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ 1886 വിധവാ വിവാഹം അനുവദിക്കൽ ആക്ട് കൊണ്ടുവന്നത്, ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856. ഇതിനിടയിൽ വേറെയും കുറേ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിരുന്നു. ഒരു നിയമവും നാട്ടിലെ പാവപ്പെട്ടവരെ ഒരിക്കലും ബാധിച്ചില്ല. എങ്കിലും സുഖിമാന്മാർക്ക് അവരുടെ സുഖത്തിൽ അല്പം കുറവ് വന്നു. രാജാക്കന്മാരും സുൽത്താന്മാരും റാണികളും ബ്രിട്ടീഷുകാർക്കെതിരെ 1857 ആഞ്ഞടിച്ചു. വലിയ കലാപമുണ്ടായി. ശിപ്പായി ലഹള എന്നായിരുന്നു പേര്. കൊട്ടത്തോക്ക് വേഴ്സസ് പീരങ്കി. കമ്പനിയുടെ സൈന്യം എല്ലാ കലാപവും അടിച്ചൊതുക്കി. എന്തായാലും നനഞ്ഞു. ഇനി കുളിച്ച് കയറാമെന്ന് കരുതി ബ്രിട്ടീഷുകാർ ഇന്ത്യക്കൊരു ലോ ആൻഡ് ഓർഡർ കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചു. ഇന്ത്യയിലെ എല്ലാവർക്കും ഒരൊറ്റ ശിക്ഷ. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും രാജാവിനും അടിയാനും ആദിവാസിക്ക് എല്ലാവർക്കും ഒരു കുറ്റം ചെയ്താൽ ഒറ്റ ശിക്ഷ. അതായിരുന്നു IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിരുന്നു ബ്രാഹ്മണനെ മറ്റുള്ള മനുഷ്യർക്ക് തുല്യമായി കാണുന്ന ഒരു രീതി.
1862 തന്നെ IPC പ്രാബല്യത്തിൽ വന്നു. ആ IPCയിലൂടെ ഭാരതമാതാവിനെ രക്ഷിക്കാൻ ഒരു എളിയ ശ്രമം ബ്രിട്ടീഷുകാർ നടത്തി. അതിൽ കൊണ്ടുവന്ന ഒരു നിയമത്തിൽ അവർ ഇങ്ങനെ കൃത്യമായും പറഞ്ഞു, ഒരു പെൺകുട്ടിയുമായി അവളുടെ സമ്മതത്തോടെ ലൈംഗിക ബന്ധം പുലർത്തണമെങ്കിൽ 10 വയസ്സെങ്കിലും ആകണം. 10ലും കുറവുള്ള പെൺകുട്ടികളുമായി കല്യാണം കഴിക്കുകയോ അവളുടെ അരക്കെട്ട് തകർക്കുകയോ ചെയ്താൽ ബലാത്സംഗമാകുന്നു. അതാണ് IPCയിലെ ബലാത്സംഗത്തിൻ്റെ പഴയ വകുപ്പ് 375, 376. ഹൈന്ദവ ഗോത്രങ്ങൾക്ക് സ്വാഭാവികമായും ഈ നിയമത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. പക്ഷേ ലഹളയ്ക്കൊന്നും പോയില്ല. കാരണം 57 ലഹളയ്ക്ക് വയറ് നിറച്ച് കിട്ടിയതായിരുന്നല്ലോ. എന്തായാലും 10 വയസ്സാക്കിയിരിക്കുന്നു പ്രായപരിധി. 10 വയസ്സ് കഴിഞ്ഞാൽ ഗർഭധാനം ആരംഭിക്കാമല്ലോ എന്ന് കരുതി അവർ അടങ്ങി. ബ്രിട്ടീഷുകാരോടുള്ള അടക്കിപ്പിടിച്ച വിദ്വേഷവും വെറുപ്പും, അതിനേക്കാളേറെ ഇവർ മൂലം പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമോ എന്ന ഭയവും എല്ലാം കൂടി ബ്രാഹ്മണാദി ഹിന്ദുക്കളെ ഗൂഢാലോചനകൾക്ക് പ്രേരിപ്പിച്ചു. അങ്ങനെ ഗൂഢാലോചനകളുമായി കുറേ കാലം മുന്നോട്ട് പോയി. 1889 അന്നൊരു ദുരന്തം ഭാരതമാതാവിനുണ്ടായി. ഭാരതമാതാവിൻ്റെ ഒരു പുത്രി 10 വയസ്സുള്ള ഫൂൽമണി അരക്കെട്ട് തകർന്ന് ദാരുണമായി കൊല്ലപ്പെട്ടു. കൊന്നത് വേറെ ആരുമല്ല, അവളുടെ ഭർത്താവ്. 35 വയസ്സുണ്ടായിരുന്നു. ഗർഭധാനം എന്ന ആചാരം പുള്ളി നടപ്പാക്കിയതാണ്. 10 വയസ്സുള്ള പെൺകുട്ടിയോട് അങ്ങനെ കാമം തോന്നിയ ആ പീഡോയുടെ പേര് ഹരി എന്നായിരുന്നു. അന്ന് പത്രങ്ങൾ വളരെ കുറവേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എങ്കിലും ഉള്ള പത്രങ്ങൾ, വളരെ കുറച്ച് ആളുകൾ വായിക്കുന്ന ആ പത്രങ്ങൾ, അത് വായിച്ചവർ മൗത്ത് ടു മൗത്ത് പ്രചരിപ്പിച്ച് അങ്ങനെ ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള പുരോഗമനകാരികളായ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന ഒരു മിഡിൽ ക്ലാസ് അവർ ഈ വിഷയം ഏറ്റെടുക്കുകയും ബ്രിട്ടീഷുകാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. കാരണം അവർക്ക് ഈ വാർത്ത സഹിക്കാനായില്ല. ഈ ക്രൂരത എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നവർ കരുതി. ഈ വാർത്തയറിഞ്ഞ ബ്രിട്ടീഷുകാർ അതിനേക്കാളും വലിയ കലിപ്പിലായിരുന്നു. എന്തൊരു ഹിന്ദുവാണോ ഈ ഉയർന്ന ജാതി ഹിന്ദു! ലൈംഗിക ബന്ധം പുലർത്താൻ 10 വയസ്സ് എന്നൊരു നിയമമുണ്ട് എന്ന് കരുതി 10 വയസ്സ് നോക്കി ഇവർ അരക്കെട്ട് തകർക്കാനിരിക്കുകയാണോ? എന്തൊരു കാമഭ്രാന്താണിത്! മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ഇവർക്കെല്ലാം ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അത് അവരുടെ വയലാകുന്നു. ചിലപ്പോഴൊക്കെ നല്ല വിളവ് തരുന്ന ഒരു വയൽ അവർക്ക് തോന്നുമ്പോൾ അവിടെ വിത്തിറക്കും. ഇതിനി അനുവദിക്കാൻ കഴിയില്ല, നിർത്തിവെപ്പിക്കണം. അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയ്, അദ്ദേഹം ഇവിടുത്തെ ആർഷഭാരത സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലായിരുന്നു. പുള്ളിക്ക് ആകെ ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലെ പ്രാകൃത വിദ്യാഭ്യാസമായിരുന്നു. ഇൻവെർട്ടഡ് കോമ. ഇംഗ്ലണ്ടിലെ പ്രാകൃത വിദ്യാഭ്യാസത്തിൽ നിന്നും കിട്ടിയ കുറേ നാട്ടറിവും കാട്ടറിവുകളും മാത്രമേ പുള്ളിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് പുള്ളി ഒരു പുതിയ നിയമം കൂടി കൊണ്ടുവന്നു. ആ നിയമം പറഞ്ഞു, 10 വയസ്സിൽ നിങ്ങളുടെ ഈ കാമവെറി ഇവിടെ പറ്റില്ല. ഒരു പെൺകുട്ടിയെ അവളുടെ സമ്മതപ്രകാരം ബന്ധപ്പെടണമെങ്കിൽ അവൾക്ക് 12 വയസ്സെങ്കിലും ആകണം. അതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 1891 ഏജ് ഓഫ് കൺസെൻറ്റ് ആക്ട്. ഭാരതമാതാവിൻ്റെ പെൺമക്കളെ രക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാകുന്നു ഇത്. പക്ഷേ ഈ ഭാരതമാതാവിനെ രക്ഷപ്പെടുത്താൻ ഉയർന്ന ജാതി ഹിന്ദുക്കൾ സമ്മതിക്കില്ലല്ലോ. അവർ ഡയറക്റ്റ് ആക്ഷനിലേക്ക് വന്നു. ബ്രിട്ടീഷുകാരെ സ്കെച്ച് ചെയ്യുക, വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ ബോംബിട്ട് കൊല്ലുക. പിന്നീട് സവർക്കറും മറ്റു ബ്രാഹ്മണരും കായസ്ഥന്മാരും ഈ അക്രമ പ്രവർത്തനത്തെ സ്വയം വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യ സമരം എന്നായിരുന്നു. പക്ഷെ ബോംബ് കുറെ പൊട്ടിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ചിലരെ സ്കെച്ച് ചെയ്ത് കൊലപ്പെടുത്തിയിട്ടൊന്നും ബ്രിട്ടീഷുകാർ കുലുങ്ങിയില്ല. കാരണം 1900 തുടക്കമായപ്പോഴേക്കും പിടിച്ചാൽ കിട്ടാത്ത വിധം ബ്രിട്ടീഷുകാർ ശക്തരായി കഴിഞ്ഞിരുന്നു. അവർ സ്മൃതികളെ മൈൻഡ് ചെയ്തില്ല, ശ്രുതികളെ മൈൻഡ് ചെയ്തില്ല, പുരാണങ്ങളിൽ പറയുന്നത് വകവെച്ചില്ല. ആകെ മൈൻഡ് ചെയ്തത് റൂൾ ഓഫ് ലോയാണ്. ഒരു നിയമം ഉണ്ടാക്കി അത് വെച്ചാണ് അവർ ഭരിച്ചിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി നിയമത്തെ മുൻനിർത്തി ഭരിച്ച അധികാരികൾ ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു. അതുകൊണ്ട് മാത്രം ഭാരതമാതാവിൻ്റെ പെൺമക്കൾക്ക് ഇത്തിരിയെങ്കിലും നീതി ഇവിടെ കിട്ടി. ഭാരതമാതാവിൻ്റെ പിന്നോക്ക ജാതിക്കാരായ മക്കൾക്ക് ഇത്തിരിയെങ്കിലും ജോലി കിട്ടി. അംബേദ്കറെ പോലുള്ള ചണ്ടാള ജാതിക്കാരെ ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യർക്ക് തുല്യമായി കാണുന്ന അധികാരി വർഗം ബ്രിട്ടീഷുകാരായിരുന്നു. ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. 1915 ജനുവരി 9 അന്ന് ഗാന്ധി ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ പുള്ളി കാണുന്നത് എന്താണ്? ഇവിടുത്തെ ബ്രാഹ്മൺ ബോയ്സിൻ്റെ അക്രമ പ്രവർത്തനങ്ങളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഗൂഢാലോചനകൾ, കൊലപാതകങ്ങൾ.
പുള്ളിയുടെ ഫസ്റ്റ് ടാസ്ക് തന്നെ ഈ ബ്രാഹ്മൺ ബോയ്സിനെ എങ്ങനെ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിക്കും എന്നതായിരുന്നു. അദ്ദേഹം അഹിംസയിൽ മുറുകെ പിടിച്ചത് തന്നെ ഇവന്മാരുടെ വഴിയല്ല ശരിയായ വഴി എന്ന് പ്രഖ്യാപിക്കാനായിരുന്നു എന്ന് കരുതുന്നതിൽ ഒരു തെറ്റുമില്ല. വെറുതെ കുറെ പന്നിപ്പടക്കം വെച്ച് പൊട്ടിച്ചാലൊന്നും ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് ഓടില്ല എന്ന് കൃത്യമായ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വന്നിരുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ഇതിനേക്കാൾ അപകടകരമായി ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ വെള്ളക്കാർ പെരുമാറിയിരുന്ന ഒരു നാടായിരുന്നു അത്. ബ്രാഹ്മൺസിൻ്റെ കയ്യിലായിരുന്ന കോൺഗ്രസിനെ, അന്ന് അങ്ങനെയായിരുന്നു കോൺഗ്രസ്, സാധാരണ ജനങ്ങളുടെ പാർട്ടിയാക്കി മാറ്റണം. അതായത് ബ്രാഹ്മൺസിൻ്റെ കയ്യിലായിരുന്ന കോൺഗ്രസിനെ സാധാരണ ജനങ്ങളുടെ പാർട്ടിയാക്കി മാറ്റലായിരുന്നു പുള്ളിയുടെ സെക്കൻഡ് ടാസ്ക്. അതിന് അദ്ദേഹം ആദ്യം ചെയ്തത് ഐത്തത്തെ തള്ളി പറയുകയായിരുന്നു. പിന്നീട് കോട്ടും സൂട്ടും പറിച്ചെറിഞ്ഞ് അർദ്ധ നഗ്നനായി ദരിദ്രരിൽ ഒരാളെ അദ്ദേഹം മാറി. തുടർന്ന് ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെയും നിരാഹാരങ്ങളിലൂടെയും സത്യാഗ്രഹങ്ങളിലൂടെയും ഓരോ ഇന്ത്യക്കാരനെയും അദ്ദേഹം ബ്രിട്ടീഷുകാരിൽ നിന്ന് അകറ്റുകയായിരുന്നു. ആരെയാണ് ഈ അകറ്റുന്നത്? ബ്രിട്ടീഷുകാർ മൂലം നീതി കിട്ടിയ കോടിക്കണക്കിന് മനുഷ്യരെ, അതായത് പിന്നോക്കക്കാരെയും പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും അവരെയൊക്കെയാണ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ത്യാഗനിർഭരമായ പ്രവർത്തനം കൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് അകറ്റുന്നത്. ശ്രീനാരായണ ഗുരു മുതൽ അംബേദ്കർ വരെയുള്ള അയിത്തജാതിക്കാരുടെ ഒരു നീണ്ട ലിസ്റ്റാണത്. ആ അയിത്തജാതിക്കാരെ ആദ്യമായി ഉയർന്ന ജാതി മനുഷ്യർക്ക് തുല്യരായി കണ്ട് നീതി നടപ്പാക്കിയവരായിരുന്നു ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാർക്കെതിരെ അവരെ തിരിക്കണമെങ്കിൽ ഗാന്ധി എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാകണമെന്ന് നമുക്ക് ഊഹിക്കാം. ഗാന്ധി അതിൽ വിജയിച്ചു. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിരീക്ഷണത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഗാന്ധി ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഏറ്റവും വലിയ ടാസ്ക് ഇതാണ്: നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഭരണാധികാരികളെ നിങ്ങളെ കൊണ്ട് തന്നെ തള്ളി പറയിക്കുക. ഈ നിരീക്ഷണം എൻ്റേത് മാത്രമാണ്. എനിക്കിതിൻ്റെ പാറ്റേൺ ഉണ്ട്. ആരെങ്കിലും ഇത് ഉപയോഗിച്ചാൽ ഞാൻ കാശ് ചോദിക്കും. എന്തായാലും ഈ ടാസ്കിൽ ഗാന്ധി വിജയിച്ചതോടെ ഗാന്ധിയുടെ അൾട്ടിമേറ്റ് ടാസ്ക് എളുപ്പമായി. ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കുക. ഇന്ത്യക്കാരുടെ മാനസികമായ സപ്പോർട്ടില്ലാതെ ഇന്ത്യ ഭരിക്കാനാവില്ലെന്ന് ബ്രിട്ടീഷുകാരെ ഗാന്ധി അങ്ങനെ ബോധ്യപ്പെടുത്തി. അവസാനം 1947 ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യക്കാർക്ക് വേണ്ടി ആദ്യമായി ഒരു ഭരണഘടന എഴുതി. ആ ഭരണഘടന മനുവിൻ്റെ സ്മൃതികളെ വകവെച്ചില്ല. ഉയർന്ന ജാതി ഹിന്ദുവിൻ്റെ പ്രിവിലേജുകൾ അത് മൈൻഡ് ചെയ്തില്ല. ഏത് ജാതിയിലും മതത്തിലും പെട്ട പൗരനായാലും നിയമത്തിൻ്റെ മുന്നിൽ ഒരേ വില. പണ്ട് ബ്രിട്ടീഷുകാരൻ ചെയ്തതിൻ്റെ ഒരു തുടർച്ച. ആ ഭരണഘടന സ്ത്രീയും പുരുഷനും തമ്മിലും തുല്യത വിഭാവനം ചെയ്തു. ഭാരതമാതാവിൻ്റെ പെൺമക്കൾ അങ്ങനെ ആദ്യമായി ഇന്ത്യക്കാരുണ്ടാക്കിയ ഒരു നിയമത്തിൻ്റെ ബലത്തിൽ തുല്യരായി. എന്നിട്ട് വല്ല കാര്യമുണ്ടായോ? മതങ്ങൾ സമ്മതിച്ചോ? മതങ്ങൾ ആ തുല്യത കൂട്ടാക്കിയില്ല. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും സിവിൽ നിയമങ്ങൾ സ്ത്രീകളെ രണ്ടാം തരമായി കണ്ട് തന്നെ മുന്നോട്ട് പോയി. ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ആദ്യത്തെ ടാസ്ക് തന്നെ ഹിന്ദുമതത്തിൻ്റെ ഉള്ളിലുള്ള സ്ത്രീകൾക്കുള്ള അസമത്വങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു. പ്രത്യേകിച്ചും സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന വിവേചനം. അതിനായി മഹാനായ അംബേദ്കർ ഹിന്ദു സിവിൽ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്യുകയും നെഹ്റു അത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തു. നിയമപരമായ ഒരു കാര്യം ഉറപ്പിക്കുക എന്നത് പ്രായോഗികമാക്കാൻ പോകുന്ന ഒന്നിൻ്റെ മുന്നുപാധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഭാരതമാതാവിൻ്റെ ഇസ്ലാം മതം സ്വീകരിച്ച സ്ത്രീകളുണ്ടായിരുന്നു. അവർക്ക് അപ്പോഴും കൊടിയ വിവേചനങ്ങൾ തന്നെയായിരുന്നു. സ്വത്തവകാശത്തിലുള്ള വിവേചനം മാത്രമല്ല, പുരുഷൻ്റെ നാലുകെട്ടൽ മൂലമുള്ള അഭിമാനക്ഷതങ്ങൾ, മൊഴിചൊല്ലൽ മൂലം ഉണ്ടാകുന്ന അനാഥത്വം പല മുസ്ലിം സ്ത്രീകളുടെയും നിത്യജീവിതം തന്നെ നരക തുല്യമായിരുന്നു. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ കോൺഗ്രസ് ഒന്ന് പളങ്ങി. ഹൈന്ദവ പൗരോഹിത്യത്തെ മൈൻഡ് ചെയ്യാതെ ഹിന്ദുവിനെ പരിഷ്കരിച്ച കോൺഗ്രസിൻ്റെ ആ പന്തയ കുതിര ഇസ്ലാമിൻ്റെ പച്ച മതിൽ കണ്ടപ്പോൾ ഒരടി മുന്നോട്ട് പോകാതെ നിശ്ചലമായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടത്. എന്തുകൊണ്ടോ കുറേ കാലം എല്ലാവരും നിശബ്ദത പാലിച്ചു. ചില മുസ്ലിം സ്ത്രീകൾ കോടതിയിൽ പോയി നീതി വാങ്ങാൻ ശ്രമിച്ചു. അത് നമ്മൾ കണ്ടു. സുപ്രീം കോടതി അവർക്ക് അനുകൂലമായി വിധിക്കുന്നത് കണ്ടു. കോൺഗ്രസ് ആ വിധിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു. ഇതൊക്കെ നമ്മൾ ഇന്ത്യയിലെ മതേതര സമൂഹം കണ്ട കാര്യങ്ങളാണ്. കോൺഗ്രസ് ഇന്ത്യക്ക് നൽകിയ നൂറുകണക്കിന് നേട്ടങ്ങളെ ആ പാർട്ടി തന്നെ ഒറ്റയടിക്ക് കെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എല്ലിൻ്റെ അടിയിൽ വറ്റുകുത്തിയ ഏതോ നിമിഷത്തിൽ ചെയ്തു പോയ ആ ന്യൂനപക്ഷ പൗരോഹിത്യ പ്രീണനം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഭൂരിപക്ഷ മതപ്രീണനം, ആയതുകളുടെ ആഫ്റ്റർ ഇഫക്റ്റുകൾ
എല്ലാ കൊച്ചു കൊച്ചു ഘടകങ്ങളും ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും ഭരണത്തിൽ തിരിച്ചു വരാത്ത വിധം കോൺഗ്രസ് സൈഡിലേക്ക് ഒതുങ്ങി. ഇപ്പോൾ ആരാണ് കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കുന്നത്? കടിഞ്ഞാൺ ആരുടെ കയ്യിലാണ്? പണ്ട് സ്മൃതികളുടെ പേരിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്നവരുടെ പിൻതലമുറക്കാർ, 10 വയസ്സിൽ തന്നെ ഗർഭധാനം നടപ്പാക്കണമെന്ന് വാദിച്ചിരുന്നവരുടെ പിൻതലമുറക്കാർ, ഭർത്താവിൻ്റെ ചിതയിലേക്ക് ഭാര്യയെ എറിഞ്ഞിട്ട് കത്തിച്ചിരുന്നവരുടെ പിന്മുറക്കാർ, വിധവകൾക്ക് വിവാഹം നിഷേധിച്ചിരുന്നവരുടെ പിന്മുറക്കാർ, മനുഷ്യരെ നീചജാതികളായി തിരിച്ച് അയിത്തം കാണിച്ചിരുന്നവരുടെ പിന്മുറക്കാർ, അവർക്കാണിപ്പോൾ ഡിമാൻഡ്, അവരാണിപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ഭാരതമാതാവിൻ്റെ ഇസ്ലാം മതം സ്വീകരിച്ച പെൺകുട്ടികളുടെ കാര്യത്തിൽ അവരും നിശബ്ദർ തന്നെ. സ്വത്തിൻ്റെ കാര്യത്തിൽ തുല്യത, പുരുഷൻ്റെ ബഹുഭാര്യത്വം, ഈ 2 കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ സിമ്പിളായ ഒരു ബില്ല് കൊണ്ടുവരാൻ പോലും അവർ ഇപ്പോഴും തയ്യാറല്ല. പകരം ഏകീകൃത സിവിൽ കോഡ് എന്നൊരു ഭയങ്കര സംഭവം അവതരിപ്പിച്ചുകൊണ്ട് മതേതരവാദികളെ കബളിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കോമാളിത്തം കാണിച്ചാലും അവരുടെ പിന്നിലാണ് ഇന്ന് ഇന്ത്യക്കാർ. ചരിത്രം നീതിപൂർവമല്ല പുരോഗമിക്കുന്നത് എന്നതിന് ഇതിലും വലിയ തെളിവെന്ത് എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ലിബറൽ റെസ്പോൺസ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.